വീട്ടില്, നമ്മുടെ കുടുംബങ്ങളില്, അയൽവാസികളില്, നാട്ടുകാരില്, ഫ്രണ്ട്സുകളില്, ഇവരിലൊക്കെ നമുക്ക് ഒരു നിലയും വിലയും വേണമെങ്കിൽ എന്ത് വേണം? ക്യാഷ് വേണം. ഈ ക്യാഷ് ഉണ്ടായിട്ട് നിങ്ങൾ കല്യാണത്തിൽ ചെന്ന് നോക്കാണേ, നിങ്ങൾ ചെല്ലുമ്പോ നിങ്ങൾക്ക് കസേര ഇട്ട് തരാനും ആ കസേര തുടച്ചു തരാനും വെള്ളം കൊടുക്കാനൊക്കെ ആളുണ്ടാവും, കൊണ്ടുതരാൻ ആളുണ്ടാവും. നേരെ മറിച്ച് ഈ സാധനങ്ങൾ എടുത്തില്ലെങ്കിലോ, ആവശ്യത്തിന് ക്യാഷ് എടുത്തില്ലെങ്കിൽ നിങ്ങളെ പാർട്ണർ, നിങ്ങളെ ഭാര്യ വരെ മൈൻഡ് ചെയ്യൂല. ചെയ്യുവോ? സത്യം തുറന്നു പറഞ്ഞ മണി, ഞാൻ സത്യം തുറന്നു പറയുമ്പോൾ നമ്മളെ ഭാര്യയും മക്കളും ഒന്നും മൈൻഡ് ചെയ്യൂല. നേരെ മറിച്ച് ഈ ജോർജ് കുട്ടി, പീരാൻകുട്ടി നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമ്മളെ സമൂഹവും ഫ്രണ്ട്സും എല്ലാവരും നമ്മളെ മൈൻഡ് ചെയ്യും, അല്ലേ? അപ്പൊ നിങ്ങൾക്കൊക്കെ പണം ആവശ്യമുണ്ടോ? എന്റെ ചോദ്യം, നിങ്ങൾക്ക് പണം ആവശ്യമുണ്ടോ? പണം ആവശ്യമില്ല, കൈ നോക്കി കാണി. എനിക്ക് ആവശ്യമില്ല, ഞാൻ ആദ്യം നോക്കിയാൽ സാറിന് പണം ആവശ്യമില്ല, ഇല്ലല്ലോ. അപ്പൊ പണം ആവശ്യമില്ല ആളുകൾക്ക് ഇതെന്ത് ചെയ്യാം? ഇതൊരു ബിസിനസ് ആക്കി എടുക്കാം. ആരോഗ്യം സംരക്ഷിക്കേണ്ടവർക്ക് എന്ത് വേണം? ഈ പ്രൊഡക്റ്റ് ഏറ്റെടുക്കാം. നമുക്ക് എന്ത് വേണം? ആരോഗ്യം വേണം, സമ്പത്തും വേണം. ഈ രണ്ടും ഉണ്ടെങ്കിൽ എന്തുണ്ടാവുള്ളൂ കുട്ടേട്ട? എന്തുണ്ടാവുക? സമ്പത്തും ആരോഗ്യം ഉണ്ടാവുക. പിന്നെന്തുണ്ടാവുക കുട്ടേട്ട? സന്തോഷം ഉണ്ടാവും, ഹാപ്പിനെസ് ഉണ്ടാവൂലേ? ഹെൽത്തും വെൽത്തും ഉണ്ടായ പിന്നെന്താണ് സംഗതി? എന്താണ്? ഹാപ്പിനെസ്. അപ്പൊ ഹാപ്പിനെസ് നിങ്ങൾക്ക് ജീവിതത്തിൽ ആസ്വദിക്കണമെങ്കിൽ നിങ്ങൾക്ക് പണം വേണം. ആ പണം ഉണ്ടാക്കാൻ ഈ പ്രൊഡക്റ്റ് നിങ്ങൾ പ്രൊമോഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ കഴിയും. ഇവിടെ ആളെ കൂട്ടുന്ന പരിപാടിയല്ല, അതായത് ആളെ കുറെ ചേർക്കുന്ന പരിപാടിയല്ല കേട്ടോ. ചില ആൾക്കാർ പറയും അത് മണി ചെയിൻ ആണെന്ന് പറയും. ഈ മണി ചെയിൻ ആണെന്ന് പറഞ്ഞ ആളോട് നമ്മൾ ചോദിച്ചു, എന്താ മണി ചെയിൻ? യഥാർത്ഥത്തില് ഒരു മറ്റൊരു കേട്ട് പറഞ്ഞ മണി ചെയിൻ ആണ്. ചേച്ചിങ്ങൾക്ക് മണി ചെയിൻ ആണെന്ന് അറിയോ? ഒരാളെ താഴെ രണ്ടുപേര് കണ്ടുകള് അല്ല. എന്താ മണി ചെയിന്? എന്താ കുട്ടിയുടെ മണി ചെയിന്? മണി ചെയിൻ ഞങ്ങൾ കേട്ടോളി. അതിന്റെ ഡെഫിനിഷൻ എന്താ ചോദിച്ചാല്, അതിന്റെ നിർവചനം എന്താ ചോദിച്ചാല്, പ്രൊഡക്റ്റും ഇല്ല, സർവീസും ഇല്ല, എന്താ ചെയ്യാ? മണി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പൊ പ്രൊഡക്റ്റും ഇല്ല, സർവീസും ഇല്ലാതെ മണി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാണ് എന്ത് പറയാ? മണി ചെയിൻ, അല്ലേ? അപ്പൊ ചില മണി ചെയിൻ അല്ലാത്ത എന്തെങ്കിലും ഇവിടെ ഉണ്ടോ? ഒന്നുമില്ല കേട്ടോ. നമ്മളൊക്കെ മണി ചെയിനാണ്, അല്ലേ? എന്റെ ഫാദർ അല്ലേ, ഞാൻ എന്റെ ഫാദർ നിന്നല്ലേ ഉമ്മില്ല. അപ്പൊ എന്റെ മക്കള്, എന്റെ മക്കള് ഇതൊക്കെ മണി ചെയിനല്ലേ? മണി ചെയിനല്ലാത്ത ഒന്നും കൂടെ. കാരണം ഓരോ ഹോസ്പിറ്റലിൽ പോയിക്കോളി, ഒരു ഹോസ്പിറ്റലിൽ എന്തുണ്ടാവും? ഒരു പ്രിൻസിപ്പൾ ഉണ്ടാവും, അല്ലേ? അതിനോടനുബന്ധിച്ച് എന്തുണ്ടാവും? ഡോക്ടേഴ്സ് ഉണ്ടാവും, സിസ്റ്റേഴ്സ് ഉണ്ടാവും, അല്ലേ? മണി ചെയിനല്ലേ? നിങ്ങളൊരു സ്കൂളിൽ പോയിക്കോളി, ഒരു സ്കൂളിൽ പ്രിൻസിപ്പൾ ഉണ്ടാവും, ഒരു ഹെഡ് മാസ്റ്റർ ഉണ്ടാവും, അഡ്മിഷൻസ് ഉണ്ടാവും, അല്ലെ? അധ്യാപകരുണ്ടാവും, അല്ലെ? ക്ലർക്ക് ഉണ്ടാവും. അതും മണി ചെയിനല്ലേ? അപ്പൊ മണി ചെയിൻ അല്ലാത്ത ഒന്നും ഇവിടെ ഇല്ല. ചെയിൻ അല്ലാത്തത് ഒന്നുമില്ല, ഒക്കെ ചെയിൻ തന്നെയാണ്. നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയി, ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു സാധനം വാങ്ങിയാല് അത് മണി ചെയിനാണോ? ആണ്, മണി ചെയിൻ തന്നെയാണ്, അല്ലേ? എന്താ കാരണം? അവിടെ നിങ്ങൾക്ക് ഈ പേന വാങ്ങി 25 രൂപയാണ് ഈ പേനിന്റെ വില, ഈ മാർക്കറിന്റെ വില 25 രൂപയാണ്. ഈ സൂപ്പർ മാർക്കറ്റിൽ ഉണ്ടാക്കിയ ഈ പേന ആണോ? അല്ല. ഓർക്ക് എവിടുന്ന് കിട്ടി? കിട്ടിയത് ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഞാൻ ഈ പേന വാങ്ങി, ഇത് പേനയാണ്, അല്ലേ? ഇതിന്റെ വില 25 രൂപയാണ്. ഇത് ഇവർക്ക് എവിടുന്ന് കിട്ടിയത്? ഇവർ നേരെ മുകളിൽ ആരുണ്ട്? ഒരു ഹോൾസെയിൽ കച്ചവടക്കാരുണ്ട്, അല്ലേ? ഒരു ഹോൾസെയിൽ കച്ചവടക്കാരന് ഇവിടെ ഉണ്ട്, കറക്റ്റ് അല്ലേ? അപ്പൊ എന്ത് ചെയ്തു? ഇയാൾക്ക് കിട്ടിയെന്ന് ഇയാളിന് ലാഭം എടുത്തിട്ടാണ് ഇവർക്ക് കൊടുത്തിട്ടുള്ളത്, അല്ലേ? ഇനി ഈ ഹോൾസെയിലർ കിട്ടിയത്, ഈ ഹോൾസെയിലർ കിട്ടിയത് ഒരു ജില്ലാ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാവും, അല്ലേ? ജില്ലാ ഡിസ്ട്രിബ്യൂട്ടർ അയാൾക്ക് കിട്ടി. ഈ ജില്ലാ ഡിസ്ട്രിബ്യൂട്ടർ ആര് കൊടുത്തു? ഹോൾസെയിലറിന് കൊടുത്തു. ഇയാൾ ലാഭം എടുത്തിട്ടില്ലേ? ഇയാൾ കൊടുത്തിട്ടില്ലേ?
ഇനിയോ ഈ ജില്ലാ ഡിസ്ട്രിബ്യൂട്ടറിന് എവിടെ കിട്ടിയത്? ഒരു സ്റ്റേറ്റ് ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാവും അല്ലേ? ഈ സ്റ്റേറ്റ് ഡിസ്ട്രിബ്യൂട്ടർ ചെറിയൊരു ലാഭത്തിൽ ഇവിടെ കൊടുത്തു അല്ലേ? ഇനിയോ ഇയാൾക്കോ ഇയാളുടെ മോള് ആരുണ്ടാകും സാറേ? ഒരു സിയാന് വേക്കൻസി ഉണ്ടാവും അല്ലേ? ഇവിടെ സിയാന് വേക്കൻസി ഉണ്ട്. ഇനിയോ ഇതിന്റെ മോൾ ആരുണ്ട്? ആരല്ലത്? കമ്പനി ഇല്ലേ? കമ്പനി. ഇതിന്റെ മോൾ ആരല്ലത്? ഈ കമ്പനി ലാസ്റ്റ് ആദ്യത്തിൽ വന്നത്. ഈ കമ്പനി സിയാന്റെ കൊടുത്ത് ഇങ്ങനെ വന്നു. ഉദാഹരണം പറയാം, ഈ പേരന്റെ വില ഇവിടെ ചിലപ്പോൾ 2 രൂപയ്ക്കാരം. ഇതിങ്ങനെ ലാഭം എടുത്ത് കൊടുത്തു. ഇനി കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല. ഈ പേന കൊണ്ട് റഷീദിന് മാസ്റ്റർ എഴുതിയ ഇതിന് പരസ്യം കിട്ടുമോ? പ്രചാരം കിട്ടുമോ? ആരെഴുതിയത്? സിനിമാ നടി എഴുതിയ പരസ്യം കിട്ടും, സിനിമാ നടൻ എഴുതിയ പരസ്യം കിട്ടും അല്ലേ? അല്ലെങ്കിൽ